നമസ്കാരം. മലയാളികൾക്ക് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹം തന്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട്. ഇപ്പോഴത്തെ പ്രിയദർശനും യേശുദാസും തമ്മിൽ പിണക്കമുണ്ടെന്ന ഗോസിപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് എം ജി ശ്രീകുമാർ. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു തെറ്റിദ്ധാരണയുണ്ടായി. ചെപ്പ് എന്ന സിനിമയിൽ പാടാൻ വേണ്ടി മദ്രാസിൽ ദാസേട്ടൻ വന്നു. ദാസേട്ടന് ഒരു രീതിയുണ്ട്. വന്നു കഴിഞ്ഞാൽ സംഗീത സംവിധായകരും മ്യൂസിക് ഡയറക്ടറും മാത്രമേ കാണാൻ പാടുള്ളൂ. വരികൾ എഴുതുന്നു, മ്യൂസിക് ഡയറക്ടർ എല്ലാം പഠിപ്പിക്കുന്നു. ഓക്കെ ആണെന്ന് പറഞ്ഞ ശേഷം വെള്ളം കുടിക്കും. ആ സമയത്താകും ആരെങ്കിലും വരുന്നതും ഫോട്ടോ എടുക്കുന്നതുമെല്ലാം. ഇതൊന്നും അറിയാതെ പ്രിയനും നിർമ്മാതാവും ഒന്ന് രണ്ട് കൂട്ടുകാരും ഗാനം ചെയ്താവും എല്ലാവരും അവിടെ വന്നു. അപ്പോൾ ദാസേട്ടൻ ഒരു വീർപ്പുമുട്ടലുണ്ടായി. എനിക്കും ഉണ്ടാകാറുണ്ട്. പാട്ട് എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ നോക്കിയിരുന്നാൽ ബുദ്ധിമുട്ടാകും. വളരെ ചെറിയ സ്പേസ് ആണ്. ഇടയ്ക്ക് മ്യൂസിക് ഡയറക്ടറോട് സംശയമൊക്കെ ചോദിക്കാനുണ്ടാകും. അതിനൊന്നും പറ്റിയെന്ന് വരില്ല. അതോടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പുറത്തു പോകണമെന്ന് ദാസേട്ടൻ പറഞ്ഞു. പ്രിയനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സംവിധായകനാണെന്ന് ദാസേട്ടൻ അറിയില്ലായിരുന്നു. പ്രിയൻ അവിടെ ഇരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം പോവുകയും ചെയ്തു. നിങ്ങളും പോകണമെന്ന് ദാസേട്ടൻ പറഞ്ഞു. ഇല്ല, ഞാൻ സംവിധായകനാണെന്ന് പ്രിയൻ പറഞ്ഞു. ദാസേട്ടനാണെങ്കിൽ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തല്ലോ. സംവിധായകനായാലും ആരായാലും ഇപ്പോൾ ഞാൻ പാട്ട് പഠിക്കുകയാണെന്നും ഇറങ്ങി പോകണമെന്നും ദാസേട്ടൻ പറഞ്ഞു. അതിൽ പ്രിയൻ അപമാനിതനായി. പ്രിയൻ പുറത്തുപോയി പാക്കപ്പ് പറഞ്ഞു. പാട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതി സ്ഥായിയായ ഒരു വിരോധവും പ്രിയന് ദാസേട്ടനോടും ദാസേട്ടൻ പ്രിയനോടുമില്ല. അങ്ങനെയാണെങ്കിൽ മേഘം എന്ന സിനിമയിൽ ഞാനൊരു പാട്ട് പാടാം എന്ന പാട്ടൊക്കെ പാടിക്കുമോ? പ്രിയന്റെ ഹിന്ദിയിലടക്കമുള്ള സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. പിന്നീട് ഇത്തിരി കിട്ടിയാൽ വലുതാക്കുന്നവരാണ് വലുതാക്കിയത്, അല്ലാതെ കാര്യമൊന്നുമില്ല എന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത്. അതേസമയം ദാസേട്ടൻ മറ്റുള്ളവരെ സിനിമയിലേക്ക് അടുപ്പിക്കാൻ സമ്മതിച്ചില്ലെന്ന കിംവദന്തിയെയും എം ജി ശ്രീകുമാർ തള്ളി പറയുന്നുണ്ട്. ദാസേട്ടന്റെ വീട്ടിലായിരുന്നു ഞാൻ. ദാസേട്ടനെ ചുറ്റിപ്പറ്റി ഒരുപാട് പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആഹാരം വാങ്ങി തന്നിട്ടുണ്ട്. ദാസേട്ടനൊപ്പം പാടിയിട്ടുമുണ്ട്. ദാസേട്ടൻ മനസാ വാച കർമ്മന ആരുടെയും അവസരം ഇല്ലാതാക്കിയിട്ടില്ലെന്നും എം ജി ശ്രീകുമാർ പറയുന്നുണ്ട്. അതേസമയം അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള എം ജി ശ്രീകുമാറിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ കമന്റും അതിന് എം ജി പറഞ്ഞ മറുപടിയുമാണ് വൈറൽ. നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളുടെ നിന്ന് വന്ന കമന്റ്. ഉടനടി കുറിക്കുകൊള്ളുന്ന മറുപടി എം ജി നൽകി. ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടായിരുന്നുവോ? ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യൂ. വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കും. അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും. താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല. താൻ കേട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ആകും. ശരണമയ്യപ്പ, ഇവനതൊക്കെ വേണമെന്ന്. അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ലേ? പോകുന്ന വഴി എല്ലാവരും മോണയ്ക്ക് കുത്തും കേട്ടോ, പറഞ്ഞേക്കാം എന്നാണ് എം ജി പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകന് നൽകിയ മറുപടി.